ആരും കൊതിയൊന്നും വെക്കണ്ട ഗൈസ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സുകൾ കൊണ്ടുവരുന്നതാണ്. ഇതെന്താ നോക്കട്ടെ. നീ ഇവിടെ കൊലയത്തിന് ഇരിക്കുക, വന്നാലൊക്കെ പോയി നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ നല്ല ഗൈസ്. അങ്ങനെ ഇവനെ കാണാൻ വേണ്ടിട്ട് അടുത്ത ടീം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ മുമ്പത്തെ പലഹാരങ്ങളുമായി വീണ്ടും പലഹാരങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ അൺബോക്സിംഗ് കൂടി ഇങ്ങനെ കാണിച്ചു തരാം. എന്തായാലും പാർട്ട് 1 കണ്ടാണല്ലോ, അപ്പൊ പാർട്ട് 2 കൂടി കാണണ്ടേ ഒരു ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ ഈ പ്രാവശ്യത്തെ അൺബോക്സിങ്ങിന് കടക്കാൻ പോവാണ്. അതിന് മുമ്പ് എന്താ പറയാനുള്ളത് നിങ്ങക്ക്? കൊറേ ആൾക്കാരല്ലേ കുറച്ച് നെഗറ്റീവുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വന്നോന്നൊരു സംശയം. അതായത് ഇപ്പൊ എല്ലാവർക്കും പറ്റൂല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്യാനാ? വരുന്ന ആൾക്കാരുടെ അടുത്ത് വിളിച്ചു പറയാൻ പറ്റുമോ? നിങ്ങളൊന്നും കൊണ്ടുവരരുതേ, വരുമ്പോ ഒന്നും കൊണ്ടുവരരുതേ പറയാൻ പറ്റുമോ? അതെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്നും കാണിക്കല്ല, എല്ലാവർക്കും പറ്റുന്നില്ല. നമ്മളെ കോഴിക്കോടേക്ക് ഉള്ളൊരു എന്താ പറയാ സ്പെഷ്യൽ ചടങ്ങാണ് ഇങ്ങനെ കാണാൻ വരുത്തോ അതും ഇതെല്ലാം. അതെ. അപ്പൊ നമുക്ക് എന്തൊക്കെ നോക്കിയാലോ അല്ലെ? ഈ പ്രാവശ്യം ഉമ്മന്റെ ഫ്രണ്ട്സ് അല്ലേ? ഉമ്മന്റെ സെക്കൻഡ് ടീം ഫ്രണ്ട്സുകൾ അല്ലേ? അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യല്ലേ? എന്നാ ചെയ്തോ, നോക്കിയൊക്കെ എന്തൊക്കെയാണ്. യെസ്, എന്തൊക്കെയുള്ള നോക്കാം. ഫസ്റ്റ് ചട്ടിപ്പത്തിരി, സേമിയ ചട്ടിപ്പത്തിരി അല്ലേ? നൈസ്. ഇതെന്താ? രണ്ടാമതെന്താ? ഉന്നക്കായി. ഒരു ഇതാന്ന് തോന്നില്ലേ, എന്താ പറയാ, ഒരു മസ്റ്റ് ഐറ്റം ആണെന്ന് തോന്നില്ലേ? എന്താ? സമൂസ. അത് നല്ലൊരു തീരുമാനമാണ് പൊരിക്കാണ്ട് കൊണ്ടുവന്നത്. കാരണം നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അല്ല കമന്റിൽ ആരോ ഒന്ന് പറഞ്ഞ് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പൊരിക്കാണ്ട് കൊണ്ടുവരാം, പത്തിരി കറി കൊണ്ടുപോകാം, അപ്പൊ യൂസ് ചെയ്യാം. അതേ മാതിരി ഒരു ഐറ്റം. ഇതിപ്പോ ഇന്ന് വേണ്ടെങ്കിൽ നമുക്ക് നാളെ പൊരിച്ചത് കഴിക്കാമല്ലോ, ഫ്രീസറിൽ വെച്ചാൽ മതിയല്ലോ അല്ലെ? ഇനി ഇതെന്താ? ഇതെന്താ നോക്കട്ടെ. ഇതും ഐ തിങ്ക് ചട്ടിപ്പത്തിരി ആണെന്ന് തോന്നുന്നു. എന്താ? ചട്ടിപ്പത്തിരി. എരിവുള്ളല്ലേ? മധുരമുള്ളതാണ്. കരിവേപ്പില ഉണ്ടില്ല ശിക്ക. ശരിയാ അടക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നത് ഇതിന്റെ പേര് സേമിയ ചട്ടിപ്പത്തിരി, അടുത്ത എരിവുള്ള ചട്ടിപ്പത്തിരി, പിന്നെ ഉന്നക്കായ, സമൂസ. അത് പൊരിക്കാത്ത സമൂസ. അതും ഒരു ചട്ടിപ്പത്തിരി ലുക്ക് ഉണ്ടല്ലോ കാണാൻ. വീണ്ടും ചട്ടിപ്പത്തിരിയോ? എന്താ? ഇതും ചട്ടിപ്പത്തിരി അല്ല, ബ്രെഡ് പോള അല്ല, ബ്രെഡ് ചട്ടിപ്പത്തിരി, ബ്രെഡ് പോള. അപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷമായല്ല, ഈ പ്രാവശ്യം ഫുള്ള് എരിവാണ് അല്ലേ? അല്ല, ഈ പ്രാവശ്യം ഫുള്ള് വെറൈറ്റികളാട്ടോ. ഒന്നിനും കാണിച്ചു മതിയായി. ഫസ്റ്റ് നമ്മളെ സേമിയും, അടുത്ത് നമ്മളെ ബ്രെഡ് ചട്ടിപ്പത്തിരി. നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ ആയില്ല അതാ ഉന്നക്കായി, പിന്നെ സമൂസ, പിന്നെ നമ്മുടെ എന്താ പറയാ, ഈ പ്രാവശ്യം മധുരമുള്ള ചട്ടിപ്പത്തിരി വന്നില്ല. അതിന് പകരം പക്ഷെ ഒരു കാര്യം പറയാണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ മധുര ചട്ടിപ്പത്തിരി അടിപൊളിയില്ലേ? എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മധുര ചട്ടിപ്പത്തിരി നൈസ് അല്ലേനോ? അടിപൊളിയാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സുകൾ കൊണ്ടുവരുന്നതാണ്. എടുത്ത് പറയാണ്, ഇതൊക്കെ ഉമ്മന്റെ ഫ്രണ്ട്സുകൾ വരുന്നതാണ്. ഫസ്റ്റ് ഉമ്മന്റെ കൂടെ പഠിച്ചതല്ലേ? അല്ല, ഫസ്റ്റ് ഉപ്പന്റെ ഫ്രണ്ട്സുകളെ ഭാര്യമാര്, ഉമ്മന്റെ ഫ്രണ്ട്സ്, പണ്ടുപ്പന്റെ ഫ്രണ്ട്സുകളെ ഭാര്യമാര്. ഇത് അയൽവാസികളാ? അല്ല, ഉപ്പന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാര് തന്നെ. പക്ഷെ ഇത് ഫുൾ ഉപ്പന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരാണല്ലോ. അപ്പൊ ഗൈസ്, ഉമ്മന്റെ ഫ്രണ്ട്സുകളാണ്. ഉമ്മന്റെ ഫ്രണ്ട്സുകൾ ഉമ്മ ഇങ്ങനെ പോകുന്നതും കൊണ്ട്, എല്ലായിടത്തും പോകുന്നതും കൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പോയത് കൊണ്ട്. യെസ്. ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ചു നോക്കണ്ടേ? എന്നാ ഇബാ ഒരു കത്തി എടുത്ത് പോരി, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊറേ ആൾക്കാർക്ക് ഇതൊന്നും കിട്ടാറില്ല. എനിക്ക് ഇതിനുള്ള ഭാഗ്യം. അത് എനിക്ക് പറയാനുള്ളത് ചട്ടിപ്പത്തിരി നമ്മള് പണ്ടറിയ വെച്ചു വീട്ടിൽ. അത് നമ്മളെ കാലിക്കറ്റിലുള്ള ചടങ്ങാട്ടോ. നമുക്കൊരു സന്തോഷം. ഇതൊരു എന്താ പറയാ, നമ്മളെ മലബാർ ഏരിയസിലാണ് ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകം. നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അത് ആ വലുത് മറ്റേ മുറിക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു. ഇപ്പൊ മുറിക്കതാ. പക്ഷെ ഒരു എന്താ പറയാ, ഇറച്ചിയാ. അതായത് ചിക്കൻ അല്ല, ബീഫാണത്. ഇതില്ലേ, ഇത് ചെമ്മീനാ. ചെമ്മീനാ? ചിക്കനും ബീഫല്ല, ചെമ്മീനാ. പക്ഷെ നല്ല രസമുണ്ട്.
നല്ല രസമുണ്ട് നല്ല രസമുണ്ട്. ചെമ്മീൻ ഞാൻ ഒരുമിച്ച് കൊടുക്കും. ഇനി അല്ല അത് ചിക്കനാ ഇവിടെ ചിക്കനാ എന്താണോ ചിക്ക എനിക്കത് ചിക്കനും ചെമ്മീനും മിക്സ് ആ പിന്നെ ചെമ്മീനൊന്നും ഇല്ല ഇതില്. ഇല്ല സോറി ഗൈസ് എന്തോ പറയാ. ടേസ്റ്റ് വന്നില്ല ഫ്ലേവർ. അതെന്താ ബ്രെഡ് പോളാ? ബ്രെഡ് പോള മുറുക്കി ആരും കൊതിയൊന്നും വെക്കണ്ട, ആരും കൊതിയൊന്നും വെക്കണ്ട ഗൈസ്. അപ്പൊ നമ്മളെ വ്ളോഗ് കാണുന്ന മലബാറീസ് അല്ലാത്ത ആൾക്കാരോട് പറയാനുള്ളത് നമ്മുടെ മലബാറിയിലുള്ള ചടങ്ങാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കടലപ്പത്തിരി പൂയൊക്കെ ഞാൻ വെച്ചോ, വലിയൊരു ബോക്സിലിട്ട് ഫീസറിലാണ് വെച്ചോ. കുഞ്ഞുമ്മ കൊണ്ടേ കൊടുക്ക്. എന്താ അറിയില്ല, ഒന്നും തിന്നാൻ കഴിയുന്നില്ല. ഇട്ടത് ഒന്ന് അല്ല അല്ല വിളിക്കാതെ ഷുഗർ അല്ല. സെയിം അല്ല, ഇത് ഫുള്ള് വേറെ വേറെ സാധനങ്ങളാ. ഫസ്റ്റ് വൺ കണ്ടോ, 1 2 3 ഇറാനി പോലല്ല, ഇത് ബ്രെഡ് എല്ലാ ഐറ്റംസും ഉണ്ട്. അത് സേമിയ ചട്ടിപ്പത്തിരി. ഇത് ചട്ടിപ്പത്തിരി ഫ്രീസറിൽ വെക്കാം ഇനി ചിലപ്പോ തിന്നാൻ വേണ്ടിട്ട്. ഇനി മറ്റേ യെസ് കാറിന്റെ കാർ വാങ്ങിച്ചൊരു കൊല്ലയച്ചോ. ഇനി എവിടെയാണ് എമ്മി എന്താ പറയുന്നത്? എനിക്ക് ഞാൻ മൊത്തം ഫ്രീസറിൽ എടുത്തു വെക്കാം ഇനി വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ഇനി ഒരു ഹായ് പറയും. ഹെമീനും പറയും ഇങ്ങും പറയും ഹായ്. ഹായ്. അപ്പൊ ഇതെന്താ ഇപ്പൊ ഇത് എന്തൊക്കെ കൊണ്ടപ്പോ വന്ന്? ബ്രെഡ് കേക്ക്, ബ്രെഡ് കേക്ക്, ചിക്കൻ കേക്ക്. ഇവനെ കാണാൻ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവരുന്നേ കൊണ്ട് എനിക്ക് ഭയങ്കര സുഖം. അപ്പൊ സ്പെഞ്ചോ കേക്ക് കേക്ക് പരിക്കേക്ക് ഇത് നമ്മള് എന്താ പറയാ ബ്രെഡ് ചട്ടിപ്പത്തിരി. ഇതിന് നമ്മൾ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ എന്താ പറയാ, ഞാനാണ് ഇപ്പൊ കൂടുതൽ സന്തോഷിക്കുന്നത് ഗൈസ്. എനിക്ക് എന്തോ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് നോക്കിയ സമയത്ത് ഞാൻ 3 കിലോ കൂടി. ഓള് കൂടിയമാര് ഞാനും കൂടുന്നുണ്ട്. ആദ്യം ഞാനിപ്പ ഇനി കഴിക്കുന്നതിന് മുമ്പേ ടെസ്റ്റ് ചെയ്താൽ നമ്മൾ തരാം. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഞങ്ങൾക്ക് തരുള്ളൂ. ഞാൻ ടെസ്റ്ററും കൂടിയാണല്ലോ, ഞാനത് കഴിക്കാം. You like? Yes, അടിപൊളി. നോളസുണ്ട്. സുരേഷ് മതി അല്ലേ? പോണോ? ഞാൻ ആദ്യം മുറിക്കുന്നു. സുരേഷ് എന്തോ അയച്ചോ മുറിക്കാനും അറിഞ്ഞൂടാ.